എല്ലാ പ്രശ്നത്തിനും വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി. അദ്ദേഹം നേതാവാണോ ചലച്ചിത്ര താരമാണോ എന്ന രീതിയിലുള്ള ചർച്ച പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനിടയിലാണ് അദ്ദേഹം തന്റെ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്, അല്ലേ? അതെ, വളരെ വൈകാരികമായിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി. നമുക്കറിയാം, അദ്ദേഹം തൻ്റെ പ്രായത്തെയും ആരോഗ്യത്തെയും ഒക്കെ മറന്നുകൊണ്ട് കരുവന്നൂരിൽ സഹകരണ സംഘം തട്ടിപ്പിന് ഇരയായവർക്ക് വേണ്ടി കിലോമീറ്ററുകളോളം നടന്നത്, തളർന്ന് അവസാനം കിതച്ച് ആ യാത്ര പൂർത്തിയാക്കിയത് നമ്മൾ കണ്ടു. ആ ആത്മാർത്ഥതയാണ് തൃശ്ശൂരിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. നമ്മളത് മറക്കാൻ പാടില്ല. സുരേഷ് ഗോപി, നമുക്കറിയാം, അദ്ദേഹം ഒരു നടനാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യുന്നയാളാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ച ആ കാലം മുതൽ അദ്ദേഹം വളരെ സജീവമായി ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു പോരുന്ന ഒരാളാണ്. അതിനു വേണ്ടിയിട്ടൊരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് അദ്ദേഹം തൻ്റെ വരുമാനത്തിൽ നിന്ന് നല്ലൊരു പങ്കും അതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ അശരണരെയും ആലംബഹീനരെയും ഒക്കെ സഹായിക്കാൻ നിരവധി കാര്യങ്ങൾ ചെയ്തയാളാണ്. ധാരാളം കുട്ടികളെ പഠിക്കാനുള്ള സൗകര്യം, ചികിത്സാ സഹായം, അതുപോലെ വീട് നിർമ്മിച്ചു കൊടുക്കുക, ഇതൊക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യങ്ങളിൽ അവരുടെ തിരിഞ്ഞു നോക്കാത്തൊരു ആരും തിരിഞ്ഞു നോക്കാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്, ട്രാൻസ്ജെൻഡറിനോടൊപ്പമാണ്, എന്നിട്ട് തിരിഞ്ഞു നോക്കാറില്ല. അവരെല്ലാവരുടെയും ഒപ്പമാണ്, പക്ഷെ ആവശ്യത്തിന് അവരെ ഉപകരിക്കില്ലെന്നേ ഉള്ളൂ. ഇവരെല്ലാവരെയും വോട്ടുകുത്തി യന്ത്രങ്ങളായിട്ടാണ് കാണുന്നത്. അതിനപ്പുറത്തേക്കൊന്നും യാതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ കാര്യമായി അവരുടെ നേതാക്കൾ വരുമ്പോൾ വേദിയിലിരുന്ന് കൈയടിക്കാൻ അവർക്ക് വേണ്ടി ബന്ധപ്പെട്ട്. അതെ, പിന്നെ ഈ പറഞ്ഞതുപോലെ ശബരിമലയിലൊക്കെ പിടിച്ച് അവരെ കൊണ്ടുവന്ന് കയറ്റാനും ഒക്കെ അങ്ങനെയൊക്കെയാണ് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ഇവർ കാണുന്നത്. അത് പൊതുവെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പം അങ്ങനെയായി മാറിയിട്ടുണ്ട്. പക്ഷെ അതിനൊരു അപവാദമാണ് സുരേഷ് ഗോപി. ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, അവരെ സമൂഹം ഒറ്റപ്പെടുത്തുകയും ഭയങ്കരമായിട്ട് പാർശ്വവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അവരെ പൊതുവേദിയിൽ അവരെ കൂടെ കൂട്ടാനോ അവർക്ക് അർഹമായ പ്രാധാന്യം നൽകാനോ അവർക്ക് ഉചിതമായ ഒരു പരിഗണന കൊടുക്കാനോ ഒന്നും നമ്മുടെ പൊതുസമൂഹം അത്ര കണ്ട് അങ്ങോട്ട് തയ്യാറായിട്ടില്ല. ഇപ്പോൾ അതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അവർ മനുഷ്യരാണ്, മറ്റു മനുഷ്യരോട് ഇടപെടുന്നത് പോലെ തന്നെ അവരോട് ഇടപഴകണം എന്നൊരു, പണ്ട് നമുക്കറിയാം എയ്ഡ്സ് രോഗികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കേരളം കണ്ടിരുന്നതെന്ന് അറിയാം. അന്ന് ഈ സുരേഷ് ഗോപി ആ കുട്ടികളെ കെട്ടിപ്പിടിച്ച് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അവർക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത ആളാണ്. നമുക്കറിയാം, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ A.K. ആന്റണി ഭയന്ന് മാറിയപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമ സ്വരാജ് അന്ന് ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിന്ന ചിത്രം നമ്മുടെ അന്നത്തെ പത്രങ്ങളിലെല്ലാം ലീഡ് ന്യൂസ് ആയിരുന്നു. അതുപോലെയാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിന് അവിടെ അങ്ങനത്തെ ഭയമൊന്നുമില്ല. അദ്ദേഹം അവിടെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ തൻ്റെ എല്ലാ പദവികളും മാറ്റിവെച്ച്, തന്നൊരു നടനാണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണ്, അതൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം അവരിൽ ഒരാളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഹോർമോൺ തകരാറ് കൊണ്ടും മറ്റുമൊക്കെ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന നിരവധി ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്ക് വേണ്ടി സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാൻ ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് അമൃത ആശുപത്രിയുമായിട്ട് ചേർന്നാണ്. അമൃത ആശുപത്രിയിൽ അദ്ദേഹം അതിനുവേണ്ടി പണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവിടെ നിരവധി പേർക്ക് ഈ തരത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നൽകണം, അവർക്ക് നൽകേണ്ട പരിഗണന നൽകണം. അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കാൻ അർഹതയുണ്ട്, നമ്മളെപ്പോലെ തന്നെ അവരും ഈ നാട്ടിലെ പൗരന്മാരാണ് അല്ലെങ്കിൽ പൗരകളാണ് എന്ന ഒരു ചിന്തയോടുകൂടി അവർക്ക് വേണ്ട കരുതൽ നൽകണം. അതാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. അത് ഒരു ചെറിയ സമൂഹമേ ഉള്ളൂ. അത് വളരെ ചെറിയൊരു സമൂഹമാണ്, ന്യൂനപക്ഷമാണ് അവർ. പക്ഷെ ആ ഒരു ചെറിയ വിഭാഗത്തെ പോലും വേണ്ട വിധത്തിൽ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അവരെ ഒന്ന് പരിഗണിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് നമ്മുടെ സർക്കാരിന്? സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളും അവർക്ക് കൊച്ചി മെട്രോയിൽ ജോലി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാം.
പക്ഷേ വേണ്ട വിധത്തിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പക്ഷെ അതിനോട് പ്രതികരിച്ചത് വളരെ വൈകാരികമായാണ്. ഞാൻ കേന്ദ്രമന്ത്രി പദം രാജിവെച്ച് വന്ന് അവരോടൊപ്പം സമരത്തിനിരിക്കും. സുരേഷ് ഗോപി എല്ലാ ഓണവും ആഘോഷിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനോടൊപ്പം ആഘോഷിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സങ്കടം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വൈകാരികമായ ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വേണമെങ്കിൽ കേന്ദ്രമന്ത്രി പദം രാജിവെച്ചിട്ട് വന്ന് അവരുടെ കൂടെ ഇരുന്ന് സമരം ചെയ്യും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുരേഷ് ഗോപി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദമൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. വേണ്ടി വന്നാൽ അദ്ദേഹം അത് രാജിവെക്കുമായിരിക്കാം. അത് അദ്ദേഹത്തിന് നിയോഗിച്ച പാർട്ടിയുടെയും ഒക്കെ തുടക്കം മുതൽ തന്നെ കേന്ദ്രമന്ത്രി പദത്തോടെ ഒരു പ്രതികരണം അറിയാമല്ലോ, ഒരു നെഗറ്റീവ് പ്രതികരണമാണ്. അല്ല, നെഗറ്റീവ് എന്ന് പറഞ്ഞൂടാ, അദ്ദേഹം താല്പര്യമില്ല. അദ്ദേഹം നിന്നു ജയിച്ചു, കുറെ അങ്ങനെയൊക്കെ സംഭവിച്ചു. അദ്ദേഹം നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനോടുള്ള സുരേഷ് ഗോപിയുടെ ഒരു നിലപാടാണ് അദ്ദേഹത്തെ BJP എത്തിച്ചത്. അതിനുമുമ്പ് അദ്ദേഹം BJP ഒന്നും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് നിരവധി രാഷ്ട്രീയ നേതാക്കളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ലീഡർ K കരുണാകരൻ, അതുപോലെ EK നയനാർ. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI അനുഭാവിയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. SFIക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആ കൊടി പിടിച്ച ആളാണ് ഞാൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം BJP കടന്നു വന്നത് 2013 ശേഷം നരേന്ദ്രമോദി ഉയർന്നു വന്നപ്പോൾ ആ നരേന്ദ്രമോദിയുടെ വികസന മാതൃക, ഗുജറാത്തിൽ അദ്ദേഹം എന്താണ് ചെയ്തത് മുഖ്യമന്ത്രിയായിട്ടിരുന്നു, അത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സുരേഷ് ഗോപി നരേന്ദ്രമോദിയെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോവുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സുരേഷ് ഗോപി വളരെ വൈകാരികമായി പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ആരെയും അപമാനിക്കാനോ മോശക്കാരനാക്കാനോ ഇകഴ്ത്താനോ ഒന്നും അദ്ദേഹം പോകാറില്ല. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്. അവർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ സമയത്തിന് നൽകണം. അവരുടെ പുനരധിവാസം കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അവരെയും മനുഷ്യരായിട്ട് പരിഗണിക്കണം. അവർക്ക് അർഹമായ എല്ലാ സഹായങ്ങളും നൽകണം. അതുണ്ടായില്ലെങ്കിൽ ഞാൻ ശക്തമായിട്ട് അവർക്ക് വേണ്ടി രംഗത്ത് വരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം ഈ കേന്ദ്രമന്ത്രി പദം രാജിവെച്ച് സമരത്തിന് വരും എന്നൊക്കെ കുറച്ച് വൈകാരികമായിട്ട് പറയുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അത് പലതും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് വെറുതെ ഇരുന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരാളല്ല. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരെ എന്നും വിവാദം. അതെ, പ്രതിപക്ഷ പാർട്ടികളും അതെ, ആത്മാർത്ഥത അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. അദ്ദേഹത്തിന്റെ വിജയം അംഗീകരിക്കാൻ ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നതും അതുകൊണ്ടാണ്. അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം പുറകെ നടന്ന് ആക്രമിക്കുന്നതും വേട്ടയാടുന്നതും അതിൻ്റെ ഭാഗമാണ്. പക്ഷെ അവർക്ക് തെറ്റിപ്പോയി. ഈ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ ഇത്രയേറെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരുത്ത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കൂടുന്നു എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, ഒരു കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തൃശ്ശൂരിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അത് തൃശ്ശൂരുകാർക്കറിയാം. വെറും ഒരു MP ആയിരുന്നപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായി മറ്റൊരു കാര്യം പറഞ്ഞു. ഈ 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് കേരളത്തിൽ എയിംസിന്റെ തറക്കല്ലിട്ടിരിക്കും. എയിംസ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ വരും എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി വെറുതെ പറയില്ല. ട്രാൻസ്ജെൻഡർമാരുടെ കാര്യത്തിൽ സർക്കാർ കുറെ കൂടി അനുഭാവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കണം. ചെയ്ത കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചല്ല പറയുന്നത്. ചെയ്ത കാര്യങ്ങൾ പോരാ, ഇനിയും ഏറെ ചെയ്യാനുണ്ട്. വളരെ ചെറിയൊരു സമൂഹമാണ്. അവരെ ഉപേക്ഷിച്ച് കളയരുത്. സംസ്ഥാന സർക്കാരിൻ്റെ കൈത്താങ്ങ് എപ്പോഴും അവർക്ക് ഉണ്ടാകണം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ സാരം.